ഒരു മുസ്ലിം മുഖ്യമന്ത്രി ആയാൽ എന്താണ് സംഭവം, എന്താ കുഴപ്പം, എന്താണേ? വെള്ളാപ്പള്ളിക്ക് എന്താ പ്രശ്നം? വെള്ളാപ്പള്ളി ഈഴവർക്ക് വേണ്ടി എന്താണ് ചെയ്തിരിക്കുന്നത്? ഈ പറയുന്ന കുറേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈഴവർ ആയി പോകുന്ന അധ്യാപകർക്ക് പണം കൊടുക്കാതെ അവിടെ കയറാൻ പറ്റും? ആർക്കെങ്കിലും അല്ല, ഈഴവർക്കാണല്ലോ, ഈഴവർക്ക് വേണ്ടിയാണെന്നാണല്ലോ പറയുന്നത്. സമുദായത്തിലെ എത്ര പേർക്ക് അവിടെ സൗജന്യമായി ജോലി കൊടുത്തിട്ടുണ്ട്? അങ്ങോട്ട് എത്ര ലക്ഷങ്ങളാണുള്ളത്? ആ ലക്ഷങ്ങളുടെ കണക്ക് പുറത്തേക്ക് പറയാൻ വെള്ളാപ്പള്ളി തയ്യാറുണ്ടോ? എന്ത് സമുദായത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്? ഇതെന്താ വെച്ചാൽ തെക്ക് കേന്ദ്രീകരിച്ചിരിക്കുകയായിരുന്നു, വടക്കോട്ട് പോയിട്ടില്ലായിരുന്നു. എന്നിട്ട് വടക്കോട്ട് പോയി ഇങ്ങനെ അങ്ങോട്ട് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ ശ്വാസം മുട്ട് പറഞ്ഞത്. പക്ഷേ അവിടെ ആരും അത് ചെയ്തുകൊള്ളാൻ നിന്നില്ല. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ്റെ പാർട്ടിയിൽ നിന്ന് പോലും ഒരു സ്ഥാനാർത്ഥി അവിടെ നിൽക്കാൻ തയ്യാറായോ? BDJS സ്ഥാനാർത്ഥി നിൽക്കാൻ തയ്യാറായോ? ഇല്ല. അപ്പോൾ ഇതാണ് വെള്ളാപ്പള്ളിയുടെ പ്രസംഗം. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്തിൻ്റെ അന്തകനാണ് PJ ജോസഫ് എന്ന് പറയുന്നു. 34 സ്ഥാപനമാണ് ഒറ്റയടിക്ക് സ്വന്തം സമുദായത്തിന് കൊടുത്തെന്ന് പറയുന്നു. സമുദായത്തിന് അർഹമായ പാർട്ടി ഏത് പാർട്ടി കൊടുക്കുന്നോ അത് അവർക്ക് വോട്ട് ചെയ്യണം. പിന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ മറ്റേ നായാടി മുതൽ നമ്പൂതിരി വരെ നിർത്തി കേട്ടോ, നായാടി മുതൽ ക്രിസ്ത്യാനി വരെ എന്നാണ് പുതിയത്. അതായത് ഒരു ഘട്ടത്തിൽ അദ്ദേഹം തോന്നുന്നു BJP ആഗ്രഹിക്കുന്ന മറ്റേ ക്രിസ്ത്യൻ വോട്ട് കൂടി കിട്ടുക എന്നുണ്ടല്ലോ. അപ്പോൾ നായാടി മുതൽ ക്രിസ്ത്യാനി വരെ എന്ന് പറയുന്നു. ഒരു ഘട്ടത്തിൽ അറിയാതെ പറഞ്ഞു പോകുന്നതാണ്. അപ്പുറത്ത് ഈ ക്രിസ്ത്യാനികൾക്ക് കൂടുതൽ കൊടുക്കുന്നുണ്ടല്ലോ എന്ന ചോദ്യം വരികയാണ്. ഇതിൽ ഭരണപക്ഷം പ്രതികരിക്കില്ല, മുഖ്യമന്ത്രി പ്രതികരിക്കില്ല. നമ്മൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ ഇതിൽ പ്രതികരണങ്ങൾ ഓരോരുത്തരും സ്ഥാനാർത്ഥി അടക്കമുള്ളവർ പ്രതികരിച്ചാണ്. അപ്പോൾ എൻ്റെ നിലപാട് വളരെ വ്യക്തമാണ് എന്ന് സ്ഥാനാർത്ഥി പറയുന്നതെന്ന് വെച്ചാൽ വേറെ ആരും അതിൽ പ്രതികരിച്ചിട്ടില്ല. ഈ ശ്രീനാരായണ സർവകലാശാല കേരളത്തിൽ തുടങ്ങിയ ഒരു സർവകലാശാലയാണ്. ആ സർവകലാശാലയ്ക്ക് വേണ്ടി ഒരു പക്ഷേ വെള്ളാപ്പള്ളി സമ്മർദ്ദം ചെലുത്തിയിരിക്കാം. ആ സർവകലാശാല തുടങ്ങിയാൽ പിന്നെ അതിലെ എല്ലാ നിയമനങ്ങളും VC അടക്കം വെള്ളാപ്പള്ളിയാണോ തീരുമാനിക്കുക? ഏത് സർവകലാശാലയിലാണ് സാധ്യമാകുക? SN സർവകലാശാലയിൽ സാധ്യമാകുമോ? അപ്പോൾ ഓരോ സർവകലാശാലയിലും ആ സമുദായം തീരുമാനിക്കുമെന്ന രൂപത്തിൽ എങ്ങനെയാണ് കാർഡിയ സംസ്കൃത സർവകലാശാലയിലും ആ രൂപത്തിൽ വേറെ ആർക്കെങ്കിലും തീരുമാനിക്കാൻ പറ്റൂ? സർക്കാരല്ലേ തീരുമാനിക്കുക. അതെങ്ങനെയാണ് വെള്ളാപ്പള്ളി ഈ രൂപത്തിൽ അത് കരുതുന്നത്? അതായത് ഒരു സർവകലാശാലയ്ക്ക് വേണ്ടി ഞാൻ സമ്മർദ്ദം ചെലുത്തിയാൽ അതിലെ മുഴുവൻ തീരുമാനങ്ങൾ ഞാനാണ് എടുക്കുക എന്ന് അങ്ങ് എങ്ങനെയാണ് കരുതുന്നത്? വിഡ്ഢികളുടെ സ്വർഗത്തിലാണോ? താങ്കളെ ഇപ്പോൾ വിമർശിക്കാനോ താങ്കൾക്കെതിരെ നടപടിയെടുക്കാനോ ഇപ്പോൾ ഈ ഇടത് സർക്കാർ തയ്യാറാകില്ല. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ ഒരു തീരുമാനമാണ്. ഈഴവരുടെ വോട്ട് അങ്ങനെ നഷ്ടപ്പെടുമോ എന്നൊരു തെറ്റിദ്ധാരണയാണ് നിൽക്കുന്നത്. കാരണം ഇവിടുത്തെ ഈഴവർ വോട്ട് ചെയ്തിരുന്നത് വെള്ളാപ്പള്ളി പറഞ്ഞിട്ടല്ല. അതാദ്യം മനസ്സിലാക്കുക. അവർക്ക് രാഷ്ട്രീയ നിലപാടുണ്ട്. ആ രാഷ്ട്രീയ നിലപാടിലാണ് ഇവിടെ ഈഴവ നേതാക്കൾ ഇവിടെ രാഷ്ട്രീയത്തിൽ, അത് ഇടതുപക്ഷത്തായാലും വലതുപക്ഷത്തായാലും പിണറായി വിജയനായാലും VS അച്യുതാനന്ദനായാലും അപ്പുറത്ത് കോൺഗ്രസിൽ ഈഴവരായ VM സുധീരനെ പോലുള്ള നേതാക്കൾ ഉണ്ടായാലും ഇവരൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്ന അവരുടെ രാഷ്ട്രീയ നിലപാട് കൊണ്ടാണ്. അല്ലാതെ വെള്ളാപ്പള്ളി പറഞ്ഞിട്ടല്ല, സമുദായം നോക്കിയിട്ടല്ല. അവരുടെ രാഷ്ട്രീയ നിലപാടിൽ കേരളത്തിൽ വളർന്ന നേതാക്കളാണ്. അത് താങ്കൾ ആദ്യം മനസ്സിലാക്കുക. സ്ത്രീകളെ അധിക്ഷേപിച്ച് ഇവിടെ വർഗീയത പറഞ്ഞത്, മുസ്ലിം സമുദായത്തെ അധിക്ഷേപിച്ച് താങ്കൾ ഇവിടെ നടത്തുന്ന പ്രസംഗങ്ങൾ വിലപ്പോകില്ല. താങ്കൾക്കെതിരെ ഒരു തവണ കേസെടുത്തു, അറസ്റ്റ് ഉണ്ടായി. അത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. പിന്നീട് ഈ തരത്തിൽ വർഗീയ പ്രസംഗങ്ങൾ പിന്നീട് നടത്തിയിട്ടില്ല. പിന്നീട് നടത്തിയത് ഈ ഇടവേളകളാണ്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ താങ്കൾ കൃത്യമായി നേരത്തെ ജിമ്മി പറഞ്ഞതുപോലെ 2 വള്ളത്തിലും കാല് വെച്ചുകൊണ്ട് ഇവിടെ പിണറായി പോഴ്ത്തും അവിടെ മോദിയെ പോഴ്ത്തും. ഇതാണ് താങ്കളുടെ രീതി. ഇത് ഇവിടുത്തെ ജനത്തിനറിയാം. ഇവിടുത്തെ കോൺഗ്രസ് ഇപ്പോൾ പ്രതികരിക്കാത്തത് വെള്ളാപ്പള്ളിയെ വില കൽപ്പിക്കാത്തതുകൊണ്ടാണ്. എന്തെങ്കിലും പറഞ്ഞു പോകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം വെള്ളാപ്പള്ളി അവിടെ ഈ പറഞ്ഞ KC വേണുഗോപാലിനെതിരെ വലിയ പ്രചാരണം നടത്തിയല്ലോ. ആര് ജയിച്ചു? പ്രതികരിക്കാതിരിക്കുക, അവഗണിക്കുക എന്നുള്ളതാണ്. ചില ഘട്ടങ്ങളിൽ അവഗണിക്കുക. നമ്മൾ അവഗണിക്കില്ല, നമ്മൾ പ്രതികരിക്കും. നമ്മളെ സംബന്ധിച്ച് പ്രതികരിക്കേണ്ടതാണ്. ഇത് ജനത്തിന് മുമ്പിലേക്ക് ഇട്ടുകൊടുക്കേണ്ടതാണ്. വെള്ളാപ്പള്ളിയുടെ വർഗീയ പ്രസംഗങ്ങളുടെ കണക്കെടുക്കാൻ ഇവിടെ സർക്കാർ തയ്യാറുണ്ടോ? എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്ന് സർക്കാർ പറയേണ്ടതാണ്. നേരത്തെ ജിമ്മി പറഞ്ഞതിനോട് വിയോജിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കണം. മുഖ്യമന്ത്രിക്ക് എന്നാ മനസ്സിലാകാത്തത്? മുഖ്യമന്ത്രിക്ക് മനസ്സിലാവിച്ചിട്ടാണോ? അപ്പോൾ വെള്ളാപ്പള്ളിയുടെ പോക്കറ്റിലാണ് ഇവിടെയുള്ള ഈഴവരുടെ വോട്ടെന്ന് ഇവിടെ പിണറായി വിജയൻ തെറ്റിദ്ധരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ പാർട്ടി സെക്രട്ടറിയും അങ്ങനെ തെറ്റിദ്ധരിക്കുന്നു. ഒരു തീരുമാനമായി അതിന്മേൽ പ്രതികരിക്കേണ്ട എന്ന നിലപാട് വരുന്നു. പക്ഷേ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ഏതായാലും ഈഴവർ വോട്ട് ചെയ്യുന്നത് വെള്ളാപ്പള്ളി പറയുന്നത് പോലെയല്ല എന്നുള്ള കാര്യം നല്ല തെളിച്ചമുള്ള കാര്യമാണ്. വെള്ളാപ്പള്ളിക്ക് ഇവിടെ വിലക്കില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. Meet the editors.